ഇനി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഭയങ്കര മോശമാണ്. നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല, രാത്രിയിലും ഒന്നും കാണാൻ പറ്റില്ല. ഇതിലും വേഗം ടോർച്ചടിച്ച് പോകുന്നതായിരിക്കും. പിന്നെ ചെറിയ ബാറ്ററിയാണ് വണ്ടിക്ക് വരുന്നത്. നമുക്ക് ഓക്സിലറി ലൈറ്റൊക്കെ വയ്ക്കുമ്പോൾ ഇച്ചിരി പാടാണ്. പിന്നെ സെൽഫ് സ്റ്റാർട്ട് വണ്ടിക്ക് വരുന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി കിക്ക് സ്റ്റാർട്ടാണ് ഇഷ്ടം. പിന്നെ ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബ്രേക്ക് ഷൂ എല്ലാം പെട്ടെന്ന് തന്നെ തേഞ്ഞ് തീരും, റീപ്ലേസ് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. വലിയ വിലയൊന്നുമില്ല ബ്രേക്ക് ഷൂവിന്. പിന്നെ ഡ്രം ബ്രേക്കാണ്, വണ്ടീനെ പിടിച്ച് നിർത്താനുള്ള കപ്പാസിറ്റിയൊക്കെ ബ്രേക്ക് ഉണ്ട്. എന്നാൽ നല്ല ബൈറ്റ് വരുന്ന ബ്രേക്കൊന്നുമല്ല. പിന്നെ ഒരു 100cc ബൈക്കിന് ആവശ്യമായ ഒരു ബ്രേക്ക്, അത്രേ പറയാനുള്ളൂ. ഏറ്റവും മോശമായിട്ടുള്ളത് വണ്ടിയുടെ സീറ്റാണ്. ഒട്ടും വീതിയില്ല, ഒട്ടും നീട്ടവുമില്ല. നമ്മുടെ നെതുമ്പങ്ങളെല്ലാം പണ്ടാരടങ്ങും, അങ്ങനത്തെ സീറ്റാണ്. കുറച്ച് നേരം ഇരുന്നാൽ തന്നെ ഒരു 40 കിലോമീറ്ററൊക്കെ പോവുകയാണെങ്കിൽ, ഒറ്റ സ്ട്രെച്ച് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയുള്ളൂ. എന്നാലും സുഖമായിട്ടിരിക്കാൻ പറ്റില്ല. പില്ലണിന് ഒട്ടും ഇരിക്കാൻ പറ്റില്ല, നീട്ടവും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. പിന്നെ കുഷീനെല്ലാം അടിച്ച് വീതിയൊക്കെ കൂട്ടി ഒന്ന് കുഴിച്ചെടുക്കുകയാണെങ്കിൽ കംഫർട്ടാവുമെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെയായിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. സീറ്റിൻ്റെ കാര്യമാണ് ഏറ്റവും മോശമായിട്ടുള്ള കാര്യം. പിന്നെ എൻജിൻ്റെ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ മറ്റ് 100cc ബൈക്കുകളുടെ അത്രയൊക്കെ തന്നെ പെർഫോമൻസേ ഉള്ളൂ. എന്നാൽ ടോർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ മറ്റ് വണ്ടികളെക്കാട്ടിലും കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്നത് സ്പ്ലെൻഡറിലാണ്. അതെൻ്റെ എക്സ്പീരിയൻസാണ്. പിന്നെ എടുത്തു പറയേണ്ടത് വണ്ടിയുടെ ഫസ്റ്റ് ഗിയർ ഒരു മാക്സിമം 15 സ്പീഡ് വരെ കയറുള്ളൂ, പിന്നെ അരച്ച് നിൽക്കും. പക്ഷേ നല്ല ടോർക്ക് ഫസ്റ്റ് ഗിയറിൽ കിട്ടും. ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഡബിൾസ് വെച്ച് നല്ല കയറ്റം, കല്ലിട്ട കയറ്റങ്ങളെല്ലാം സുഖമായിട്ട് കയറിപ്പോകാൻ ഉള്ളൊരു ടോർക്ക് ആ ഫസ്റ്റ് ഗിയർ തരുന്നുണ്ട്. ബാക്കി ഗിയറുകളെല്ലാം സാധാ പോലെ തന്നെ. വണ്ടിയിൽ ഞാൻ മാക്സിമം കയറ്റിയിട്ടുള്ള ടോപ്പ് സ്പീഡ് 94 വരെയാണ്. പക്ഷേ അത്രയും നമുക്ക് കയറ്റുമ്പോൾ തന്നെ കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം വണ്ടിയുടെ ബ്രേക്സും സമ്മതിക്കില്ല. പിന്നെ ഒരു 5th ഗിയർ ഇല്ലാതെ നമ്മൾ 4th ഗിയറിലിട്ട് അരപ്പിക്കുന്നത് പോലെയാണ്. വണ്ടി 4 ഗിയറേ ഉള്ളൂ, പക്ഷെ നമുക്കൊരു 5th ഗിയറിൻ്റെ അഭാവം എപ്പോഴും തോന്നും. പക്ഷെ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു നല്ല ക്രൂസിങ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 45 തൊട്ട് ഒരു 60ൻ്റെ ഉള്ളിലാണ്. നമുക്ക് അധികം വൈബ്രേഷൻ ഇല്ലാതെ നല്ല കംഫോർട്ടബിളായിട്ട് സ്മൂത്തായി പോകാൻ പറ്റുന്നൊരു നല്ലൊരു സ്പീഡാണ്. ഒരു 60 വരെയൊക്കെ വണ്ടി നല്ല പിക്കപ്പിൽ കയറുകയും ചെയ്യും. 60-ന് ശേഷം വണ്ടി പതുക്കെ കയറുള്ളൂ. പക്ഷേ നമ്മൾ ഒരുപാട് ശ്രമിച്ചാൽ 90 മുകളിൽ കയറും. പക്ഷെ അത് നമ്മളെ തന്നെ നമ്മൾ കൊല്ലുന്ന പോലെയാണ്, ഒരു കോൺഫിഡൻസും ഇല്ലാതെ നമ്മൾ കയറുന്ന പോലെയാണ്. വണ്ടിയുടെ പുറകിൽ ഒരാളിരുത്തി പോവുകയാണെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസ് ഒരു 4% നിലവിലുള്ള പവറിൽ നിന്നും കുറയും. ഒരു വലിവില്ലാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും. എപ്പോഴും റെക്കമെൻഡഡ് ആയിട്ടുള്ളത് സിംഗിൾ യൂസാണ്. നമുക്ക് ഡബിൾസ് വെച്ച് പോവാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അത് പെർഫോമൻസ് ഇച്ചിരി കുറയുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ കാർബറേറ്റഡ് എൻജിൻ ആയതുകൊണ്ട് തന്നെ രാവിലെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല മിസ്സിങ് തോന്നും. നമുക്കൊരു കുറച്ച് നേരം ഓടിക്കുമ്പോഴും ആ മിസ്സിങ് ഉണ്ടാവും. പിന്നെ വണ്ടി ഒന്ന് ചൂടായി വരുമ്പോഴേ സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. കാർബറേറ്റർ ട്യൂൺ ചെയ്ത് നമ്മൾ മൈലേജ് കൂട്ടുകയാണെങ്കിൽ ആ മിസ്സിങ് നന്നായി എടുത്തറിയാം. പിന്നെ വണ്ടിയുടെ പെർഫോമൻസും നന്നായി കുറയുന്ന പോലെ നമുക്ക് തോന്നും. ഏകദേശം ഒരു 95,000 കിലോമീറ്റർ ആയപ്പം ഇത്രയും പഴക്കമായതുകൊണ്ട് തന്നെ എൻജിനിൽ നിന്ന് ഒരു സൗണ്ട് വരാൻ തുടങ്ങി. അത് കണക്റ്റിംഗ് റോഡിൻ്റെ ബെയറിംഗ് പോയതായിരുന്നു. അതുകൊണ്ട് ഇനി പിസ്റ്റൺ പിടിച്ച് വണ്ടി എവിടെയും നിൽക്കണ്ടെന്ന് വിചാരിച്ച് വണ്ടിയുടെ എൻജിൻ ഫുള്ള് റീസെറ്റ് ചെയ്തു. അതിൽ എല്ലാ ബെയറിങ്സും മാറ്റി, പിന്നെ പുതിയ കണക്റ്റിംഗ് റോഡിൻ്റെ ബെയറിങ്ങിലായിട്ട് ലേറ്റി കൊടുത്ത് ക്രാങ്കെല്ലാം ബാലൻസ് ചെയ്തു. പിന്നെ സിലിണ്ടർ ബോർ ചെയ്ത് പിന്നെ പുതിയ പിസ്റ്റൺ ഇട്ടു. പിന്നെ എൻജിൻ്റെ ഹെഡെല്ലാം ക്ലീൻ ചെയ്ത് പുതിയ വാൾവ് സീറ്റെല്ലാം ചെയ്ത് സീലിങ്ങും എല്ലാം കറക്റ്റാക്കി. പിന്നെ 2 ഗിയർ വീല് തേഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാറ്റി.
അതിൻ്റെ കൂടെ തന്നെ വണ്ടിയുടെ ടൈമിംഗ് ചെയിനും മാറി ഉണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് എൻജിൻ പണി ചെയ്ത് ഇറക്കിയപ്പം എനിക്ക് ടോട്ടൽ അത് ജെന്യുവിൻ സ്പെയർസെല്ലായിട്ടാണ് ചെയ്തത്. അതും ജെന്യുവിൻ സർവീസ് സെൻറ്ററിൽ തന്നെയാണ് കൊടുത്തത്. അങ്ങനെ മൊത്തം GST എല്ലാം കൂട്ടി ഒരു 10,000 രൂപയ്ക്കുള്ളിൽ എനിക്ക് ചിലവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടും ഒരു 15,000 കിലോമീറ്റർ മുകളിൽ ഞാൻ ഓടിച്ചു. പക്ഷേ ഇതുവരെയായിട്ട് ഒരു കംപ്ലൈൻറ്റും എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഒരു സൗണ്ടുകളോ ഒന്നും വന്നിട്ടില്ല. ആ വർക്കിൽ ഞാൻ തൃപ്തനാണ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ വണ്ടിയുടെ നെഗറ്റീവ്സ്. ഇനി ഈ വണ്ടി ആര് എടുക്കണമെന്ന് നോക്കുകയാണെങ്കിൽ പുതിയതായി വണ്ടി ഓടിക്കാൻ പഠിച്ച് ലൈസൻസൊക്കെ എടുത്ത് ഒരു കോളേജിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ, അതായത് ഡെയിലി കമ്മ്യൂട്ടിംഗ് ആണ് മെയിൻ ലക്ഷ്യമെങ്കിൽ, അതായത് വലിയ പെർഫോമൻസ് ഒന്നും വേണ്ട, എന്നാൽ ഒരു ഓൾറൗണ്ടറായിട്ടുള്ള ഒരു വണ്ടി, നല്ല മൈലേജ് വേണം, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സ്പ്ലെൻഡർ തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഓടുന്ന വണ്ടിയാണ് സ്പ്ലെൻഡർ. ഒരു സ്പ്ലെൻഡർ ഓണർ എന്ന നിലയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാൻ വണ്ടിയിൽ കുറച്ച് ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. അതിലെൻ്റെ ഇനി ചെയ്യാൻ പോകുന്ന മോഡിഫിക്കേഷനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. പിന്നെ സ്പ്ലെൻഡറിൻ്റെ ഒരു ഓവർവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്, അത് നിങ്ങൾ കാണുക. വീഡിയോ കണ്ടതിൽ നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി താഴെ ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.